എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ സംഭവിക്കുന്ന? ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നേ? എന്തൊക്കെയത്? എന്തൊക്കെയാ? എന്താ പറ, എനിക്കറിയില്ല. എന്തിനാ ഇങ്ങനെ എന്നെ ഇറിറ്റേറ്റ് ആക്കുന്നേ? അവിഹിതങ്ങൾ തന്നെ ഈ നാട്ടില്. എനിക്ക് നാട്ടിൽ നിൽക്കാൻ തന്നെ പേടിയാവുന്നു. ആ 2ാം ക്ലാസ്സിൽ പോയി ചെറുക്കനെ എന്നെ കത്തി ബാക്കിൽ നിന്ന് എടുത്തിട്ട് എന്റെ കാലിന്റെ അവിടെ നിന്നിട്ട് ഒരക്കുന്നേ. ഇവന്മാരൊക്കെ ക്രിമിനൽ മൈൻഡടാ. ഒരു ഉത്സവങ്ങളിൽ പോവാൻ വയ്യ, മുക്കിന് ഇടി. നൈറ്റ് ലൈഫ് എന്ന് പറഞ്ഞിട്ടെ സമാധാനത്തിന് അവിടെ പോയിരുന്നപ്പോ എല്ലാരും കൂടെ ഈ നാട് വിട്ട് പുറത്തു വല്ലതും പോവാളിയാ. ഒരു ദിവസം നോക്കിയപ്പോ എന്റെ വാപ്പ ഉമ്മ എടുത്ത് മണ്ട നിർത്തിയേക്കുന്നു. മസാല ഇല്ലെന്ന് മീൻ പൊരിച്ചേനി. പെങ്ങന്മാരൊന്നും പഴയണക്കല്ല. എന്ത് ഫെമിനിസം? കേരളത്തിൽ നല്ലവരായ 2 ആൾക്കാരേ ഉള്ളൂ. ആരൊക്കെയാ? ഒന്ന് ഞാനും ഒന്ന് നീയും. ഒരു പാട്ടിറങ്ങിയ ഇൻസ്റ്റാഗ്രാം ഒക്കെ നശിപ്പിക്കോ? മനിക്കേ തേലുമേലെ ചോറ് കഴിക്കുമ്പോ ആ പാട്ട്, ഒരു പെണ്ണോട്ടിരിക്കുമ്പോ ആ പാട്ട്, ഉറങ്ങുമ്പോ ആ പാട്ട്. ഞാൻ ഇപ്പൊ ആ പാട്ട് കേൾക്കൂല. എടാ ഇനിയിപ്പൊ ഈ സമാധാനത്തിന് എന്ത് ചെയ്യൂടാ? മസനഗുഡി വഴി ഊട്ടിയിലേക്ക് ഒരു യാത്ര. കല്യാണമായുള്ള തിരക്കുകളെ. ചേട്ടാ, ആ 3 പന്തൽ പണിക്കാർ ജെട്ടിട്ടിട്ടില്ലേ? ശ്രദ്ധിച്ചില്ല. എനിക്ക് അതും കൂടെ നോക്കാനുള്ള ഒരു കേൾപ്പില്ലടേ. അത് നോക്കണം കേട്ടാ. ഞാൻ 3 ഇന്നർ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. അതൊന്ന് ഇടാൻ പറയണം. ഇവിടെ ഗസ്റ്റ് ഒക്കെ വരുന്നതാണേ. ഈ മോൻ കെട്ടുന്ന പെണ്ണ് ഭാഗ്യടിയാ. ഇത്രയും കല്യാണത്തിന് ഇത്രയും മരിച്ചു നിക്കുന്നല്ല. കഴിഞ്ഞ 1 മാസമായിട്ട് ഓട്ടത്തിലാണ്. പിന്നെ 1 മാസം ആരെങ്കിലും ഓടും? അല്ല, ഓടുന്നില്ല. പക്ഷെ ചന്തി നിലത്ത് വെച്ചിട്ട് ഒരു മാസവും. അത്രക്ക് കൊണ്ടാടി. തിരക്കാണ്. അതിന്റെ ആ ഒരു ഇത് പറഞ്ഞതാണ്. അത് വിട്. അതൊക്കെ പോട്ടെ. നിന്നെ കല്യാണത്തിന് വിളിച്ചോ? എന്നെ വിളിച്ചിട്ടില്ല ഇതുവരെ. എന്നെ വിളിച്ചില്ല. പപ്പടം ഇലക്ക് മണ്ട നിക്കണം കേട്ടോ. സാധാരണ അങ്ങനെയാണ് കൊടുക്കാറുള്ളത്. നിനക്ക് എന്തിനാണ്? അല്ല, അങ്ങനെയല്ല. ഇലയെക്കാട്ടും വലുതായിരിക്കണം പപ്പടം. അങ്ങനെ പറ്റൂല. ഇല ചെറുതാക്ക്. പിന്നെ ചേട്ടാ, ഈ ഒരുപാട് പ്രായമായിട്ടുള്ള ആൾക്കാർ വരുന്നോണ്ട് ഈ വിത്തൗട്ട് ബോളി കിട്ടുമോ? നിന്റെ അമ്മയുടെ അമ്മരെ ചേട്ടാ, എന്റെ അമ്മ ബോളിയൊന്നും ഉണ്ടാക്കത്തില്ല. എന്തെങ്കിലും ഒക്കെ ഉണ്ടാക്കി വെയ്യേട്ടാ. ശരി, ഒരു കല്യാണം നടത്തണമെങ്കിൽ ഇവ ഈ ധൃതിയൊക്കെ കാണിക്കേണ്ട ആവശ്യമുണ്ട്. ഇവന്റെ അച്ഛൻ എല്ലാം ചെയ്തു വെച്ചല്ലേ. ഇത് വെറും ഷോ. ആദ്യമായിട്ട് കല്യാണം കഴിക്കുന്നതിന്റെ ആയിരിക്കും. പിന്നല്ലാതെ നമ്മളോടെ കെട്ടി ഡിവോഴ്സ് പോയി. ഒരു കൊച്ചു ചെറുക്കനല്ലേ അവിടെ എറിഞ്ഞ്. കുറെ ഞറുക്കുട്ടികൾ വന്നിരുന്നു. ശല്യം തന്നെ. കല്യാണത്തിന് എല്ലാരും വിളിച്ചോ? എല്ലാരും ഒരുവിധ ആൾക്കാരൊക്കെ വിളിച്ചടാ. വിട്ടുപോയി കാണും. അതെ, നീ കല്യാണത്തിന് ഈ ധൃതിയിൽ ആരെങ്കിലും വിട്ടുപോയോ? ഇല്ലില്ല, ഞാൻ അങ്ങനെ ആരും വിട്ടൊന്നും പോയില്ല. അല്ല, ചില ആൾക്കാരുണ്ട് കല്യാണത്തിന് വിളിച്ചാലേ അവർ വരില്ല. അങ്ങനെയുള്ള ആരെങ്കിലും മറന്നുപോയോ? ഇല്ലില്ല, അങ്ങനെയുള്ള ആരെയും വിട്ടില്ല. അടുത്ത ചിലർക്ക് നീ കല്യാണം കൊടുക്കാതിരിക്കും. അതെ, നീ ചിലർക്കൊന്നും കൊടുത്തിട്ടില്ല. നിന്റെ അടുത്ത് തന്നെ അവർ നിപ്പോടും. നീ അവരെ കണ്ണോടെ നോക്കിയാ കാണാം. ആ ലക്ഷ്മിയമ്മായി, ഞാൻ കല്യാണത്തിന് വിളിച്ചില്ലല്ലേ? മണ്ട, കൂട്ടുകാരെ ആരെങ്കിലും കല്യാണത്തിന് വിളിക്കുവോ? നമ്മൾ അറിഞ്ഞു ചെല്ലണം. അത് അങ്ങനെയാണ്. അല്ല, എന്നാലും വിളിക്കൂലേ ഫ്രണ്ട്സ്? അങ്ങനെ ചുമ്മാ നീ ഇങ്ങനെ പാടാന്ന് പറയില്ല. ഇതാണ് ഇതേ ഉള്ളൂ. അല്ലടാ, ഇല്ല അങ്ങനെ പറയൂലേ? നമ്മൾ എന്തോന്ന് കൂട്ടുകാരളിയാ? നമ്മൾ ആത്മാർത്ഥ സുഹൃത്തുക്കൾ ഇങ്ങനെ മിണ്ടാതെ പിണങ്ങി നിൽക്കുമ്പോ നമ്മൾ ഡാൻസ് കളിക്കുന്ന ഫ്രണ്ട്സിന്റെ അർത്ഥം അറിയണം നിനക്കൊക്കെ? ഫ്രണ്ട്സിന്റെ വാല്യൂ അറിയാം നിനക്കൊക്കെ? 5 അക്ഷരമുണ്ട് ഫ്രണ്ട്സിന്. FRIENDSUE 5. അയ്യോ, എഫ് മീൻസ് എന്താടാ? ഫൺ. നോ, ഫാമിലി. ആർ മീൻസ് എന്താടാ? റെയർ. ഐ മീൻസ് ഇന്റിമസി. ഇ മീൻസ് എലക്ട്രിസിറ്റി. യെസ്. എൻ മീൻസ് നെവർ എൻഡിങ് ഫ്രണ്ട്സ്. ഡി മീൻസ് ഡോഗ്. എസ് മീൻസ് സൂപ്പർ. നീയൊക്കെ കാര്യം അറിഞ്ഞിട്ട് തന്നെ സംസാരിക്കുന്നത്. അതാ തോന്നിവാസം കാണിച്ചിട്ട് കിടന്ന് ചെലച്ചാണ്ടല്ലേ. കൂട്ടുകാർക്കിടയിൽ ഉണ്ടാവുന്ന ചില പ്രശ്നങ്ങളുണ്ട്. അതങ്ങ് ക്ഷമിച്ച് കളയണം. പറ്റൂല. കൂട്ടുകാർക്കിടയിൽ ഉണ്ടാവുന്ന ചില പ്രശ്നങ്ങളുണ്ട്. അതങ്ങ് ക്ഷമിക്കുക ചെയ്യണം. പറ്റൂല. അവന് നീയില്ല പറ്റൂലെന്ന്. ഞാൻ അവന്റെ വൈഫാ. അവനൊരു പൊട്ടനാണ്, നിനക്കറിയാലോ. അതുമല്ല, ചിലപ്പോ നിങ്ങൾ പിണങ്ങി പോയി ഞാൻ ഇവന് കൂട്ടാവും. ഇവന്റെ സ്വഭാവം ഇടയ്ക്കിടയ്ക്ക് എനിക്ക് പിടിക്കൂല. അതുകൊണ്ട് ഞങ്ങൾ തമ്മിൽ അടിയാവും. ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ആണെങ്കിൽ പറഞ്ഞു ഒതുക്ക്. നീ പോയി സംസാരിച്ച്. അവന് നിന്റെ അടുത്ത് മിണ്ടിക്കൊള്ളാൻ വയ്യ. എനിക്ക് അവന്റെ അടുത്ത് മിണ്ടണ്ടെങ്കിലോ? അവൻ പറയണേ നിന്റെ അടുത്ത് മിണ്ടിയില്ലെങ്കിൽ അവന് ഉറക്കം വരില്ല. നീ അവന്റെ മുഖത്ത് ഒന്ന് നോക്കിയാണ്. ഒരു 15 കിലോളം തല വെച്ച് ഇങ്ങനെ ശക്തി കാണിക്കില്ല. നമ്മളെ കൈ ബലം കിട്ടുന്നില്ല. ഒന്ന് ചിരിച്ചാണ്. എന്തിനാണ് നമ്മൾ പിണങ്ങിയിരിക്കുന്ന? ഒരു നരതണ്ടി സോഡ കുടിച്ചാൽ തീരുന്ന പ്രശ്നമുള്ള നമ്മൾ തമ്മിൽ. നീ എന്തിനാ ഉമ്മ വെച്ചാ? ഉമ്മ വെച്ചത് എന്തിനാണ് ഉമ്മ വെച്ചത്? ഉമ്മ വെച്ചൂടെ? നിന്റെ ഉമ്മ നിന്റെ പെണ്ടാടി കൊണ്ടുകൂടി എനിക്ക് കാണിക്കണ്ട. എന്റെ ബർത്ത്ഡേക്ക് പ്രശ്നം നിനക്ക് എന്തൊരു അഭിനയം മിണ്ടാൻ വേണ്ടിട്ട്. ആക്ടർ തന്നെ നീ. ആക്ടർ ആക്ഷൻ. നീ ഒരു ഗ്യാപ്പ് കിട്ടിയപ്പോ എന്നെ കയറി അറിഞ്ഞല്ലേടാ ഉമ്മ വെച്ച്. ഉമ്മ ചെറിയ കാര്യത്തിനൊക്കെ
എവിടെയായിരുന്നടാ നീ? എന്തിനാണാ ഞാനല്ലടാ ഉള്ളു ഈ നാട്ടിലെല്ലാം ചെയ്യാ. ഞങ്ങൾ 2 മണിക്കൂറാണ് റെയിൽവേ സ്റ്റേഷനിൽ ഇരിക്കുന്ന. MLA ആയിട്ടൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. അടുത്ത ഇലക്ഷന് ഞാൻ നിക്കണമെന്ന് നാട്ടിലെല്ലാം കൂടെ പറയുന്നു. എന്നാ പിടിപാടാടാ നാട്ടിൽ നിനക്ക്? പഞ്ചായത്ത് ഇലക്ഷൻ നിൽക്കാൻ പോണതാണ്. എന്തേ ഒരേ ഒരു ഹാഷിർ. ആ പോവാനുള്ള വണ്ടി എന്തേ? ഇവിടെ നടന്ന് ആസ്വദിക്കാനാണ് കിടക്കുന്ന സ്ഥലങ്ങൾ. നിങ്ങളോട് വന്നേ. ആ ട്രെയിൻ ഓടിച്ച ആളില്ലേ എന്റെ ഫ്രണ്ടാ ഫ്രണ്ട്. 2 മറ്റേ സ്പെഷ്യൽ ചായ. ഇവിടത്തെ ചായ എന്ന് പറഞ്ഞാണ്ടല്ലോ സൂപ്പർ ചായ. പശു പാലിലല്ല എരുമപ്പാൽ. അയ്യോ വലിഞ്ഞടിക്കാം. ചായ കുടിക്കാതെ ഞാനായിരുന്നല്ലേ അഡിക്റ്റ് ആയി. സ്പെഷ്യൽ മസാലയൊക്കെയാണ് ഇവിടെ ചേർക്കുന്നത്. സ്പെഷ്യൽ മസാല. മീൻകറിക്കുള്ള മസാല അങ്ങനെ ചായ ഇടും. സൂപ്പർ ചായ. എടാ നിന്നെ ഇവിടെ എല്ലാവർക്കും അറിയാല്ലേ? ഞാൻ ഈ നാട്ടില് ഭയങ്കര ഫേമസ് ആ. ഒരു രക്ഷയില്ലാട്ടാ ഭയ എല്ലാരുമായിട്ടും കണക്ഷൻ. ഈ ഇലയായിട്ട് ഞാൻ കണക്ഷനാണ്. കൊച്ചാണോ എവിടെയായിരുന്നു? ഇന്നലെ കാറ്റടിച്ചപ്പോ മോളിൽ പോയി. ഇപ്പോഴാണ് കിട്ടിയ. പൊട്ടോ പൊട്ടോ. ഇവിടെ ഒരു ഇല അനങ്ങണമെങ്കിൽ ഞാൻ അറിയണം. പിന്നെ ആശ്രയ നമ്മളിനി അടുത്ത എങ്ങോട്ടാണറാ? നീ നാട്ടിലെ സ്പോട്ടൊക്കെ കാണിക്ക്. ഈ സ്ഥലത്തിനൊരു പ്രത്യേകതയുണ്ട്. ഈ മണ്ണിൽ പണ്ടത്തെ രാജാക്കന്മാർ ഓടിക്കളിച്ച മണ്ണ. പ്രകൃതിപരമായിട്ട് ആസ്വദിക്കൊന്നുമില്ലേ? ഇനി ഒരു ഇടിവെട്ട് സാധനം കാണിച്ചു തരാം. നിങ്ങളിത് പുറത്തു പോയി പറയലും. ഇത് എവറസ്റ്റ് പൊടിച്ചോണ്ട് വന്നതാ. പുറത്ത് പറയല്ലേ സീന. പറക്കിയെടുത്ത് ഒരെണ്ണം പോക്കറ്റ് ഇട്ടോണ്ട് വീട്ടിൽ കൊണ്ടുപോയി. ഇവനെന്താ രാവിലെ അവൻ പഞ്ചാരവെള്ളം കലക്കി കുടിച്ച? ഇവന്റെ നാട്ടിൽ സത്യം പറഞ്ഞ ഒരു തേങ്ങയില്ലാട്ടാ. ഒരിറ്റി കണ്ണീരില്ലാതെ എനിക്ക് ഇതിന്റെ കഥ പറഞ്ഞു തരാൻ കഴിയില്ല. കണ്ണീര് കാണുന്നില്ലല്ലോ അതിന്. വന്നു. ആഗ്രയിലിരിക്കുന്ന താജ്മഹൽ പണിത് വന്ന ബാക്കിയൊന്ന സിമന്റും കല്ലും വെച്ചാണ് ഇത് പണിതത്. ഷാജഹാന്റെ ഓർമ്മയ്ക്കായിട്ട് എന്റെ ഉപ്പാപ്പ ഉണ്ടാക്കിയതാണിത്. താജ്മഹലായിട്ട് വൻ കണക്ഷനാണ്. ഇത് ഏത് വർഷം ഉണ്ടാക്കിയത്? 2018. ഇവിടെ സുഖമാണ്. ഞാൻ ഇപ്പൊ ഒരാവേശം എന്ത് ചെയ്യുന്നു. കുറച്ചേരം ഞാൻ ഇങ്ങനെ നിന്നോട്ട് അണ്ണാ. പിന്നെ ഇപ്പൊ പൊന്നരിക്ക് എത്ര അണ്ണാ? 6 മോനെ. മധുരക്കിഴങ്ങ് ഇഷ്ടമാണോ? പോട്ടെ അണ്ണാ. കേട്ടാ കാണാൻ കേട്ടോ. നല്ല മീശ വലിയ രട്ടാ. ഹലോ കൊച്ചിന് സ്നഗ്ഗി വാങ്ങണോ? ഒന്ന് പ്രീതി ചേച്ചിക്ക് ഞാൻ പോയിട്ട് ഇപ്പൊ വരാം കേട്ടോ. അല്ലെ ഇവിടെ ഞാൻ ഭയങ്കര സീനാണ്. എന്റെ നാട്ടിൽ നിന്ന് പറഞ്ഞാൽ ഞാൻ പൊളിയാണ്. ഒരു രക്ഷയില്ല. നിന്നെ ഇവിടെ ആർക്കും അറിയത്തില്ല അല്ലേടാ. നീ എങ്ങനെ പുറത്തൊന്നും ഇറങ്ങാറില്ലല്ലേ വീട്ടിൽ നിന്ന്? പുറത്തേക്ക് എടാ ഞാൻ ഇവിടെ സീനാണ് നാട്ടില്. നീ സീനാണെന്നുള്ള കാര്യം മനസ്സിലായി. വിട് പോട്ടെ, നമുക്ക് മനസ്സിലായി.